സംസ്ഥാനത്ത് യൂസ്ഡ് കാർ വിൽപ്പന മേഖലയിൽ വൻ നികുതി വെട്ടിപ്പ്. ഭൂരിഭാഗം യൂസ്ഡ് കാർ വിൽപ്പന കേന്ദ്രങ്ങൾക്കും GST രജിസ്ട്രേഷൻ ഇല്ല. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്ക് ഓതറൈസേഷൻ നിർബന്ധമാക്കിയിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ 2023 ഉത്തരവും നടപ്പായിട്ടില്ല. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. നിലവിൽ ഷോപ്പിന് കിട്ടൂലേ? നമ്മൾ ഷോപ്പിന്റെ പേര് അങ്ങനെ കൊടുക്കൂലേ? ഷോപ്പിന്റെ പേരിൽ അങ്ങനെ ഇതുവരെയും കൊടുത്തിട്ടില്ല. അതായത് നമ്മൾ എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിനൊക്കെ വണ്ടി എടുക്കുമ്പോഴേ അങ്ങനെ PM സ്കീമിലൊക്കെ വണ്ടി എടുക്കുന്നു. കാരണം GST ബില്ല് വെച്ച് അങ്ങനെ കൊടുക്കാറുണ്ടോ? യൂസ്ഡ് കാർ വാഹന വിൽപ്പന മേഖലയിൽ കോടികളുടെ കച്ചവടമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. എന്നാൽ കൃത്യമായി നികുതി അടയ്ക്കുന്ന സ്ഥാപനങ്ങൾ ചുരുക്കം. വണ്ടികൾ പാർക്ക് ചെയ്യാൻ കുറച്ചിടവും ഒരു മേൽക്കൂരയും ഉണ്ടെങ്കിൽ ആർക്കും ബിസിനസ് തുടങ്ങാം, ഒരു മാനദണ്ഡവുമില്ലാതെ. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം 2023 മാർച്ച് മാസം മോട്ടോർ വാഹന വകുപ്പ് ഒരു സർക്കുലർ പുറത്തിറക്കി. സെക്കൻഡ് ഹാൻഡ് വാഹന വിൽപ്പന സ്ഥാപനങ്ങൾക്ക് ഓതറൈസേഷൻ കൊണ്ടുവരാനും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും സംബന്ധിച്ചായിരുന്നു സർക്കുലർ. 2023 ഏപ്രിൽ 15 മുൻപ് ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് നേടാത്ത ഒരു സ്ഥാപനവും പ്രവർത്തിക്കാൻ പാടുള്ളതല്ലെന്നതായിരുന്നു നിർദ്ദേശം. ഇക്കാര്യം MVD ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തണമെന്നും സർക്കുലറിൽ പറയുന്നു. 2 വർഷത്തോളമായിട്ടും ഉത്തരവ് ഫ്രീസറിൽ തന്നെ. വിവിധ വർഷങ്ങൾ പരിശോധിച്ചിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. കാരണം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പരാമർശിച്ചത്. ഇതിനകത്ത് വിവിധ കാര്യങ്ങൾ, ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കറക്റ്റാണോ, ഇവർക്ക് മറ്റ് സംവിധാനങ്ങളുണ്ടോ, ഈ വാഹനം എടുത്തു കഴിഞ്ഞാൽ ഇവർ കൃത്യമായിട്ടാണോ കൈമാറ്റം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ട്രാക്ക് ഹിസ്റ്ററി എങ്ങനെയാണ്, ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഓതറൈസ്ഡ് ഡീലർ എന്നുള്ള പരിധിയിൽ ഇവരെ പെടുത്തുകയുള്ളൂ. അപ്പോൾ ഓതറൈസ്ഡ് ഡീലർ എന്ന് പറഞ്ഞാൽ ഈ ഡീലറിൻ്റെ അടുത്താണ് നമ്മൾ വാഹനം കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ അത് തികച്ചും നിയമപരമായിരിക്കും. സംസ്ഥാനത്തെ എല്ലാ യൂസ്ഡ് കാർ ഡീലർമാരെ ഓതറൈസ്ഡ് ഡീലർ എന്ന പരിധിയിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമം തുടങ്ങിയിട്ടുള്ളത്. യൂസ്ഡ് കാർ വിൽപ്പനയ്ക്ക് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ മാനദണ്ഡപ്രകാരം ഇങ്ങനെയാണ് സംസ്ഥാന GST വകുപ്പ് നികുതി ഈടാക്കുന്നത്. എഞ്ചിൻ കപ്പാസിറ്റി 1200 cc അല്ലെങ്കിൽ 4000 mm നീളം വരുന്ന വാഹനങ്ങൾക്ക് 18% നികുതി. 1500 cc യുള്ള ഡീസൽ എഞ്ചിൻ വാഹനങ്ങൾക്കും സമാന നികുതിയാണ്. മറ്റു വാഹനങ്ങൾക്ക് 12% നികുതി ഈടാക്കുന്നത്. നമുക്ക് അതിനകത്ത് GST നമ്മൾ കണക്കാക്കുന്നത് പെട്രോൾ വണ്ടികൾക്ക് 1200 വരെയുള്ള വണ്ടികൾക്ക് 12%, 1200 cc മുകളിലോട്ടുള്ള വണ്ടികൾക്ക് 18% GST നമ്മൾ കണക്കാക്കുന്നത്. GST രജിസ്ട്രേഷനുള്ള യൂസ്ഡ് കാർ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ സർക്കാരിലേക്ക് നികുതി എത്തുന്നുള്ളൂവെന്നാണ് വിവരാവകാശ രേഖ സൂചിപ്പിക്കുന്നത്. യൂസ്ഡ് കാർ വിൽപ്പനയിലൂടെ എത്ര രൂപയാണ് സംസ്ഥാന ഖജനാവിലേക്ക് എത്തുന്നു എന്നത് സംബന്ധിച്ച് ഒരു ക്രോഡീകരിച്ച വിവരവും നികുതി വകുപ്പിന്റെ കയ്യിൽ ലഭ്യമല്ല. നികുതി ഇനത്തിൽ ലഭിക്കേണ്ട കോടികളുടെ വരുമാനമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നാടിന് നഷ്ടമാകുന്നത്. ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ചന്തു ചന്ദ്രശേഖർ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.